സുഹൃത്തുക്കളെ, ബാംഗ്ലൂരിലെ തിരക്കേറിയ ടൗണായ മജസ്റ്റിക്കിൻ്റെ ചരിത്രപരമായ വിശേഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും ഞാൻ ഭാരതി മെട്രോ സ്റ്റേഷനിൽ നിന്നുമാണ് ഞങ്ങൾ മജസ്റ്റിക്കിലേക്ക് പോകുന്നത്. ഞാൻ ഭാരതി എന്നത് സംസ്കൃതത്തിൽ നിന്നും എടുക്കപ്പെട്ട ഒരു ഭാഷയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനം അഥവാ നോളജ്, ഭാരതി എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നുമാണ് അർത്ഥം. നോളജ് ഓഫ് ഇന്ത്യ എന്നർത്ഥം വരുന്ന ഞാൻ ഭാരതി ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനെ ഞാൻ ഭാരതി ക്യാമ്പസ് എന്നും അറിയപ്പെടുന്നു. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനായ ഞാൻ ഭാരതി മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. കൊച്ചി മെട്രോയിൽ നിന്നും വ്യത്യസ്തമായി ഒരു കോയിൻ രൂപത്തിലാണ് ഇവിടുത്തെ ടിക്കറ്റ് ഉള്ളത്. ഇവിടെ നിന്നും മജസ്റ്റിക്കിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 50 രൂപയാണ്. ഏകദേശം 15 മിനിറ്റുകൾക്കുള്ളിൽ 10 സ്റ്റേഷനുകൾ കവർ ചെയ്ത് നമുക്ക് മജസ്റ്റിക്കിലേക്ക് എത്താം. ക്രാന്തിവീര് സംഗുള്ളി റായണ്ണ റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ്, BMTC ബസ് സ്റ്റാൻഡ്, ഗാന്ധിനഗർ ഇവയെല്ലാം തന്നെ മജസ്റ്റിക്കിൽ അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന്റെ വികസനത്തിന്റെ ഒരു മൂലക്കല്ലായി വർത്തിക്കുന്ന ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് മജസ്റ്റിക് ബാംഗ്ലൂർ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ പ്രദേശത്തിന്റെ ഐക്കണിക് മജസ്റ്റിക് ബസ് സ്റ്റാൻഡ് പതിറ്റാണ്ടുകളായി ഒരു പ്രധാന ഗതാഗത കേന്ദ്രമാണ്. ആളുകളെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതിനപ്പുറത്തേക്കുമായി ബന്ധിപ്പിക്കുന്നു. മജസ്റ്റിക്കിൻ്റെ സമ്പന്നമായ ചരിത്രം 19-ാം നൂറ്റാണ്ടിലേതാണ്. അന്ന് അതൊരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. നിരവധി പഴയ കെട്ടിടങ്ങളും ലാൻഡ്മാർക്കുകളും ഇന്നും നിലനിൽക്കുന്നു. തലമുറകൾക്കായി ഒരുമിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടുന്ന അതിൻ്റെ വൈവിധ്യമാർന്ന സമൂഹത്തിൽ പ്രദേശത്തിൻ്റെ സാംസ്കാരിക പൈതൃകം പ്രതിഫലിക്കുന്നു. കാലക്രമേണ മജസ്റ്റിക് അതിൻ്റെ ചരിത്രപരമായ മനോഹാരിതയ്ക്കൊപ്പം വളരുന്ന ഷോപ്പിംഗ് സെൻ്ററുകളും മാർക്കറ്റുകളും വിനോദ ഓപ്ഷനുകളുമുള്ള ഒരു തിരക്കേറിയ വാണിജ്യ പാർപ്പിട കേന്ദ്രമായി പരിണമിച്ചു. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം ഉണ്ടായിട്ടും മജസ്റ്റിക് ബാംഗ്ലൂരിൻ്റെ ഐഡൻറ്റിറ്റിയുടെ അവിഭാജ്യ ഘടകമായി തുടർന്നു. നഗരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെയും ആധുനികതയുടെയും മിശ്രിതത്തെ പ്രതീകപ്പെടുത്തുന്നു. അതിൻ്റെ നിലനിൽക്കുന്ന പൈതൃകം പ്രദേശത്തിൻ്റെ പ്രതിരോധശേഷിക്കും പൊരുത്തപ്പെടലിനും ഒരു തെളിവാണ്. ഇത് പഴയതും പുതിയതുമായ ബാംഗ്ലൂരിൻ്റെ ആകർഷകമായ മിശ്രിതമായി മാറ്റുന്നു. അവിടെയുള്ള ഹിമാലയ മസ്ജിദിൽ നിന്നും മഗ്രിബ് നമസ്കരിച്ച ശേഷം ഞങ്ങൾ ഇറങ്ങി. അടുത്തുള്ള മംഗലാപുരം നിവാസിയായ ഒരാളുടെ കടയിലേക്ക് ഞങ്ങൾ കയറി. അവിടെ നിന്നും ഞങ്ങൾക്ക് പറ്റിയ തൊപ്പികൾ നോക്കി ഞങ്ങൾ വാങ്ങി. മലയാളം അറിയാവുന്ന അദ്ദേഹത്തോട് ഞങ്ങൾ സന്തോഷത്തോടു കൂടി സംസാരിച്ചു. തിരിച്ചു വരുന്ന വേളയിൽ വായിൽ വെള്ളമൂറുന്ന ഒരു കാഴ്ച കണ്ടു. തിന്നാൻ ഭാഗത്തിൽ എടുത്തു വച്ച ചക്കച്ചുളകൾ 10 രൂപയ്ക്ക് 4 എണ്ണം. അതിൽ നിന്നും കുറച്ച് വാങ്ങി ഞങ്ങൾ കഴിച്ചു. നല്ല മധുരം, നല്ല പാകമായ ചക്ക. കുറച്ച് നടന്നപ്പോൾ ഒരു ഉന്തുവണ്ടിയിൽ പുകയ്ക്കുന്ന കടലകൾ ഞങ്ങൾ കണ്ടു. സാധാരണ നമ്മുടെ നാടുകളിൽ വരുന്ന കടലയേക്കാളും നീളവും വലിപ്പവും കാണുന്നുണ്ട്. ഒരെണ്ണത്തിൽ തന്നെ 3-4 കടലകൾ. അതും ആസ്വദിച്ച് തിരക്കേറിയ മജസ്റ്റിക്കിൻ്റെ ടൗണിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങി. ഇരുവശത്തുമായി തെരുവോര കച്ചവടക്കാർ സജീവമാണ്. നേരം ഇരുട്ടിയതിനു ശേഷമുള്ള മജസ്റ്റിക്കിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്. ചരിത്രപ്രസിദ്ധമായ മജസ്റ്റിക്കിൻ്റെ ഭംഗി ആസ്വദിച്ചതിന് ശേഷം ഞാൻ ഭാരതി മെട്രോ സ്റ്റേഷനിലെ ഞാൻ ഭാരതി ക്യാമ്പസിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ മജസ്റ്റിക് മെട്രോ സ്റ്റേഷനിലേക്ക് മടങ്ങി. തൽക്കാലം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.